മണി 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 എന്തോന്ന് മനുഷ്യ എപ്പോഴും കിണി 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 വിളിച്ചോണ്ടിരിക്കുന്നേ. പിന്നെ നിന്നെ മണി എന്നല്ല പിന്നെ ജൂലി എന്ന് വിളിക്കട്ടെ ഞാൻ. ജൂലിയാ? അതാരും സത്യം പറ. ജൂലി അപ്പുറത്തുള്ള ജോണിന്റെ പട്ടി. എന്തിനു വിളിച്ചേ? എടി എന്റെ മൊബൈൽ കാണുന്നില്ല. അവിടെ ചാർജ് അവിടെ ഇല്ല. നീ ഒന്ന് നോക്ക്, അവിടെ ഇല്ലെന്ന്. ഒന്ന് തലേന്റെ അടിയിലോ കട്ടിലിന്റെ അടിയിലോ അല്ലെങ്കിൽ ജനലിന്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. മണിക്കുട്ടി ഇവിടെ എല്ലാം നോക്കി പറന്നു പോയാ അത് ആരൊക്കെ വിടും. നിങ്ങൾ ഉപ്പുണ്ടോ നോക്ക്. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവൾ ഉപ്പ് നോക്കാൻ പറഞ്ഞത്. നീ മൊബൈല് നോക്ക്. നിങ്ങളുടെ സൗകര്യത്തിന് കറി ഉണ്ടാക്കി തരാന്ന് വെച്ചോ വലിയ മോടയാ. ഞാൻ തന്നെ നോക്കിയോളാം, എന്റെ സൗകര്യത്തിന് ഉണ്ടാക്കാം. മൊബൈൽ എനിക്ക് അത്യാവശ്യമായിട്ട് വേണം. നോക്ക് നീ ഒന്ന്. വിളിച്ചാൽ ചെവി കേട്ടൂടെ? അച്ഛന്റെ ഫോൺ എടുത്ത് കൊടുക്കാൻ. ചെവിയിൽ കുത്തി തിരികെ വെച്ചോ. ഫോൺ കാണാനില്ലെന്ന്. അച്ഛന്റെ ഫോണാ കണ്ടില്ലേ? നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത്? അതിപ്പോ എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു പോയി, അപ്പം അതുകൊണ്ട് അച്ഛന്റെ ഫോൺ. കൊച്ചേ, എന്റെ ഫോൺ എന്ത് സാധനം എടുത്താലും എന്റെ ചോദിച്ചിട്ടെടുക്കണം കേട്ടോ. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ നോക്കാൻ വേണ്ടി എടുത്ത. എന്റെ യൂട്യൂബ് ചാനലിന് ഇപ്പൊ തീരെ വരുമാനമില്ല, ഒട്ടും പച്ച പിടിക്കുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എടുത്ത. അപ്പോഴേക്കും എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. എന്തോന്ന് കൊച്ചേ, എപ്പോഴും ഞാനൊരു അത്യാവശ്യത്തിന് നോക്കുമ്പോ കാണത്തില്ല. സോറി അച്ഛാ. സോറി അച്ഛാ. എപ്പോഴും ഫോണിൽ കളിച്ചോണ്ടിരിക്കും. റിങ്കി, എടി നിനക്ക് വേറെ പണിയൊന്നുമില്ല റിങ്കി. നിനക്ക് കൈ വയ്യാത്തയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് വെറുതെ എന്തിനടി വീണ്ടും കൈക്ക് പണി ഉണ്ടാക്കി വെക്കണേ? എടി കൈ വയ്യാന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് ഇരുന്നാലേ അങ്ങ് ഇരുന്ന് പോവും. ഇതൊക്കെ നമ്മൾ ഒരു സ്പിരിറ്റ് പോലെ എടുക്കണം. സ്പിരിറ്റ്. എന്റെ പൊന്നു റിങ്കി, ഇതിലൊക്കെ ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവോടി, അതൊക്കെ സർവ്വസാധാരണ. എന്റെ റിങ്കി, നിനക്ക് ഒളിമ്പിക്സ് കിട്ടിയിട്ട് എനിക്ക് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അതെന്തായാലും കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിനു വേണ്ടി അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്താ നിനക്ക് പുച്ഛം? എന്ത്? എനിക്ക് പുച്ഛമൊന്നുമില്ല. എന്തു ആടി രാവിലെ? എടി, നമ്മൾ ഒരു കാര്യത്തിനെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി പോലും നമ്മളെ കൂടെ നിൽക്കുമെന്നാണ് പൗലോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? അതെ ചേച്ചി, എനിക്കും ഭയങ്കര തീവ്രമായ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പ്രകൃതി ഒന്നും എന്റെ കൂടെ നിൽക്കണം. നിനക്കെന്താ ആഗ്രഹം പറ. നിനക്കറിഞ്ഞൂടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യം? അത് ഒരു രീതിയിലും പച്ച പിടിക്കല്ല. ഞാൻ എന്തുമാത്രം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈക്ക് കൂടെ കമന്റ് കൂടെ എനിക്ക് ഒരു വരുമാനം പോലും അതിനകത്ത് കിട്ടില്ല. എനിക്ക് ഇച്ചിരി വരുമാനമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം. ആദ്യം നിന്റെ ചാനലിന്റെ പേര് മാറ്റണം. തീറ്റ. എന്റെ ചാനലിന്റെ പേരിന് എന്ത് പ്രശ്നം? പേരിനാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയാം. 2 ഫോട്ടോ. ഒരു ഫോട്ടോയിൽ ഒരാള് ചിരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നു. മറ്റൊരു ഫോട്ടോയില് ഒരാള് ഭയങ്കര കോപ്രായൊക്കെ കാണിച്ച് എന്തൊക്കെ ചെയ്ത് ഇരിക്കുന്നു. നീ ഏത് ഫോട്ടോ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാം? സംശയം എന്ത്? കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആള് ആണേ. എടി, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിങ്ങും. എടി, അവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. നമ്മളിപ്പം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഒരു കിഡിലം വീഡിയോ ഒക്കെ ചെയ്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറൊന്നും അധികം കൂടൂല. പക്ഷെ ഭയങ്കര കോപ്രായ കാണിച്ച് ഏതെങ്കിലും ഒരു കൂതറ വീഡിയോ എന്തോന്നു കുറെ വൃത്തിയുടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റീച്ച് ആയിരിക്കും. റീച്ച് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മള് കാര്യമൊക്കെ ശരി തന്നെ. എന്നാൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്ന ആൾക്കാർക്ക് നല്ല ലൈക്കും ഷെയറും റീച്ചും ഒക്കെ കേറുന്നുണ്ട്. അതില്ലാന്ന് പറയണ്ട. സബ്സ്ക്രൈബ്സിനെ കാണണം. അതുപോലെ എത്ര ലക്ഷം രൂപ അവര് മാസം ഉണ്ടാക്കുന്നതെന്ന് നിനക്കറിയൂ? അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തരാം. എനിക്ക് ചാനലിടാം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു. യൂട്യൂബ് ചാനലിൽ നമ്മൾ ബോക്സിംഗ് ക്ലാസ് നടത്തുക. ബോക്സിംഗ് ബിഗിനേഴ്സിനെ നമുക്ക് എങ്ങനെ ബോക്സിംഗ് ചെയ്യാം. പിന്നെ അതിൽ കൂടെ തന്നെ നമുക്ക് റീച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ ടൈറ്റിലും കൊടുക്കുക, പ്രശസ്ത ബോക്സിംഗ് താരം റിങ്കി രവീന്ദ്രനാഥ്. ആഹാ, പേരിന് തന്നെ ഇല്ലടി ഗുമ്മ്. പിന്നെ ഭയങ്കര ഗുമ്പറിങ്കി. എന്റെ പൊന്നേച്ചി, ഇവിടെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽ എടുത്തു കൊടുക്കണേ. അല്ല ഇനിയിപ്പോ നിന്റെ ബോക്സിങ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാൻ. എടി എല്ലാവരും ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ നിന്റെ ഇഷ്ടം. നന്നായിരിക്കണം. നീ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം പിള്ളേർക്ക് ഇനി വല്ല ഉളുക്കം വീണ അവസാനം ഇനി അത് എന്റെ തലയിൽ. അയ്യോ എന്റെ ചാനൽ കൂട്ടിപ്പോ. ആ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അല്ല നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ മറ്റേ കണ്ണാപ്പി ഇല്ലേ, അവന്റെ യൂട്യൂബ് ചാനലിന് ഭയങ്കര റീച്ചാണ്. അവൻ ഇടുന്ന വീഡിയോസ് ഒക്കെ കിട്ടിലമായിട്ടും വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെന്തോ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കിയല്ലോ. നീ അവനെ വിളിച്ചു നോക്കി, അപ്പൊ നിനക്ക് ഐഡിയ കിട്ടുമല്ലോ. വിളിച്ചു നോക്കി. ഒന്ന് വിളിക്കാം. നല്ല ഐഡിയ. അപ്പൊ നീ വിളിക്ക്, ഞാൻ പോണു. പോണോ? ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ. ഹലോ, ഏടാ കണ്ണാപ്പി, എന്റെ വീട് വരെ ഒന്ന് വരുവാടാ. ഒരു കാര്യം പറയണ്ട, ഒരു ചെറിയൊരു മീറ്റിംഗ്. പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് വരണം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഈടെ കണ്ണാപ്പി, ഓ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി, ഇതുവരെ ഒന്നും നീ പറഞ്ഞില്ല. എന്റെ പിങ്കയ്ക്ക് എന്തെങ്കിലും അപ്പ ഐഡിയ പറഞ്ഞു തന്നാ മതിയാ. എന്തോന്ന് എന്റെ പിങ്കിന്നാ? നിന്റെ വായിരിക്കുന്ന ചുമ്മാ പറഞ്ഞ കേട്ടാ. എന്നാലും എന്റെ പിങ്കി ആവുമല്ല. ഇവനെ ഞാൻ മിക്കവാറും ഇന്ന് കൊല്ലു. നീ കാര്യം പറഞ്ഞീ എന്റെ പിങ്കി വൈറലാവന്റെ വീഡിയോ. പിന്നെ ആവണ്ടേ? അതിനല്ലേ നീ മീറ്റിംഗ് എന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തി. അപ്പോൾ കുറച്ച് ആലോചിക്കണം. വെയിറ്റ്. ഓ ദൈവമേ, എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. കിട്ടി, ഐഡിയ കിട്ടി. കിട്ടിയാ? കിട്ടി. എന്തോന്ന്? കുക്കർ ഷോ. എന്ത് കൊള്ളൂലേ? കുക്കർ ഷോ. എടാ കുക്കർ ഷോ ഇവിടെ എല്ലാരും ചെയ്യണില്ലേ? ഞാൻ തന്നെ എന്റെ ചാനലിൽ ഒരുപാട് ഇട്ട് അത് ചെയ്തിട്ടുണ്ട്. എല്ലാരും ചെയ്യുമ്പോഴത്തെ കുക്കർ ഷോ അല്ല, വെറൈറ്റി. വെറൈറ്റി പറയണേക്കാള് പറ. ഒരു കാട്. കാടാ? കാട് കേട്ടിട്ടില്ല? കാട്. കേട്ടിട്ടുണ്ട്. കാട്ടിനകത്ത് നമ്മൾ 3 പേര്, ഞാൻ, പിങ്കി, പിങ്കിയുടെ ചേച്ചി പോകുന്നു. കല്ലെടുക്കുന്നു, അവിടുന്ന് വിറവെടുക്കുന്നു, തീ കത്തിക്കുന്നു, കുക്കർ ഷോ ചെയ്യുന്നു. കാട്ടിനകത്താ? ഓ, എടാ കാടൊക്കെ എവിടെ പോയി തപ്പിയെടുക്കാൻ? അതൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണുമല്ല. പിന്നെ ഡ്രസ് എന്ന് പറയണ വെറൈറ്റി ആയിരിക്കണം. എന്ത് വെറൈറ്റി ഡ്രസ്? വെറൈറ്റി എന്ന് പറയുമ്പം മുണ്ടും ഷർട്ടും. മുണ്ടും ഷർട്ടോ? അതാ വെറൈറ്റി? മുണ്ടും ഷർട്ട് കേട്ടിട്ടില്ലേ? മുണ്ടും ഷർട്ടും വെറൈറ്റി തന്നെ. അത് ഒരുമാതിരി തൊഴിലുറപ്പ് പണിക്ക് പോണ കണക്ക്. അതൊക്കെ ഈ യൂട്യൂബ് ചാനലിലെ ട്രെൻഡ് ഒന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോഴത് തന്നെ. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. സാധനം എന്ന് പറയുമ്പം അച്ഛൻ പൈസ തരുമോ? സോപ്പിടേണ്ടി വരും. പിങ്കി ചേച്ചിയെ കൂടി വിളിക്കണം. റിങ്കി ചേച്ചി കൂടി വിളിക്കണം. വിളിക്കാം, വരുമായിരിക്കും. പിന്നെ യൂട്യൂബ് ചാനൽ ഇടുവല്ല, അപ്പൊ ഡയറക്ടറിന്റെ പേര് എന്റെ പേര് തന്നെ കൊടുക്കണം. കൊടുക്കാം, എന്റെ പേര് തന്നെ കൊടുക്കാം. ഞങ്ങളോട് പേടിക്കൊന്നും വേണ്ട, വിജയിക്കും. അതെന്റെ പേടി. നടക്കുമല്ലോ അല്ലേ? നടക്കൊന്നു ഞാനല്ലേ പറയണേ, വിശ്വാസമില്ല എന്നെ. വിശ്വാസം തീരെ ഇല്ല, എന്നാലും കുഴപ്പമില്ല. നടക്ക്, നിങ്ങൾക്ക് നീ ബാക്കിയല്ല ഏറ്റുള്ളൂല്ലോ. ഞാൻ ഏറ്റ് എന്നാതി ഫോളോ മീ. കൊടും കാടല്ലേടാ, ഇവിടെ എവിടെ നമ്മൾ ഷൂട്ട് ചെയ്യും? കുറച്ചും കൂടി അപ്പുറത്ത് പോകുമ്പോ നല്ല സ്ഥലമുണ്ട്. എവിടെ? കുറച്ചും കൂടി പോണം. ചുറ്റും കാടും പുഴയൊക്കെ. യൂട്യൂബ് ചാനൽ കയറി കൊഴുക്കും. എന്തുവാടേ ഇത്? കുടുങ്ങിയടാ. എന്തരി വെള്ളത്തിൽ വീഴാതെ നോക്കിക്കോണേ റിങ്കി, പറക്കി എടുക്കാൻ എനിക്ക് വയ്യ. നീ ഓ എന്റെ ദൈവമേ, എടാ പിടിച്ചോടാ. ആവശ്യമുള്ളതാ അമ്മേ. ഓ മൈ ഗോഡ്. എടാ നമ്മൾ ഈ കാട്ടിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്തല്ലേ, കേസ് ആവൂലേടേ? എന്തൊരു കേസ്? സിനിമയെന്നല്ലല്ലോ ചെയ്യണേ, 2 കുക്കർ ഷോ അല്ലേ. അങ്ങോട്ട് പോ. കേസൊന്നുമില്ലല്ലേ? കുറച്ചും കൂടി നടാ അങ്ങോട്ട്. എവിടെ എവിടെ ഷൂട്ട് ചെയ്യും? അത് തന്നെ ഇവിടെ ചെയ്താല. എവിടെ? ഇവിടെ. ഇവിടെയോ? ഇവിടെ ഒരു ഫ്രെയിം, ഒരു ബ്യൂട്ടി അത്ര. ഇവിടെ ആകുമ്പോ ചുറ്റും ഇങ്ങനെ പുഴ കാണാം. ഭയങ്കര ക്രൗഡഡ് ആണത്. എനിക്ക് തോന്നണില്ല. കൊള്ളാടി, നല്ല വ്യൂ ആണോ? ഇവിടെ നമുക്ക് ചെയ്യാം. എന്നാ ഒരു ഭാഗത്തേ, അപ്പൊ നമുക്ക് ഇതും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നല്ലൊരു ആശയമാണ്. പുഴയാ? കട അല്ല, പുഴയല്ലല്ലോ. ഒരു സാധനം, ഈ സാധനം വെള്ളം കാണാൻ പറ്റും. അതെ. ഓ വാ. ഓക്കേ ഓക്കേ.
വെച്ചോ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യല്ല. ഞാനിപ്പോ ഇട്ടട്ടാ. ഓ കൂട്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നീ വീഡിയോ ഇടും. നീ എടുത്തു. ഓക്കെ എടാ കണ്ടിടെങ്കിലും പ്ലേ ചെയ്തോ, റെക്കോർഡ് ചെയ്തോ. ശരി. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലായ TTയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ പിങ്കി, ഞാൻ റിങ്കി. അതെ, ഞങ്ങളുടെ ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വിഭവമാണ് വരാൻ പോകുന്നത്. എന്താണ് റിങ്കി? കാട്ടുകോഴി പുട്ട്. ഓക്കെ, കോഴിയല്ലേടി നമ്മൾ വെക്കുന്ന? കാട്ടുകോഴി എങ്ങനെ വന്നു? എടാ കട്ടിയടാ എടി, കാട്ടുകോഴി എന്നൊക്കെ ഞാൻ ചുമ്മാ ഒരു ഗുമ്മിന് പറഞ്ഞത്. സാധാരണ ഒരു ബ്രോയർ കോഴി എടുത്ത് നമ്മൾ ഈ കാട്ടിൽ ഇങ്ങനെ കുറച്ച് ദിവസം വളർത്തുമ്പോ അത് കാട്ടുകോഴിയാവും. ഓക്കെ അതിടല്ലേ. ഓക്കെ, എടുത്തോട്ടോ. വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അതെ. അതെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പുട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഇതാണ് പുട്ടുകുറ്റി. ഓക്കെ, അത് ചില്ലിട്ടിട്ടുണ്ടോ നോക്കൂ. ചില്ലിട്ടിട്ടില്ല. ചില്ലിടാൻ മറക്കരുത് ഗായ്സ്. ഓക്കെ, നമ്മൾ ഇട്ടിരിക്കുന്നു. ഇനി നമ്മൾ ആദ്യം കുറച്ച് പുട്ട് എടുത്ത് ഇതിലേക്ക് വെക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ തന്നെ ഉണ്ടാക്കിയാൽ മതി. കാട്ടുകോഴി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീണ്ടും കുറച്ച് പുട്ട് നമ്മൾ ഇതിലേക്ക് എടുത്ത് വീണ്ടും ഫില്ല് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്, ആ മസാലയുടെ മണം. മൈ ഗോഡ്, ഗുഡ്നസ്. നമ്മളൊരു വെറൈറ്റിക്ക് നമ്മൾ ഇതിന്റെ എന്താണ് ചിരട്ടയാണ് വെക്കുന്നത്. കഴുത്ത് വേണമെങ്കിൽ കുറച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ചിരട്ടയാണ് നമുക്ക്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ പുട്ട് കുറ്റി അതിനകത്ത് നമ്മൾ പുട്ടൊക്കെ വെച്ച് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് ഗായ്സ്. ഗായ്സ്, എന്റെ ചേച്ചി വെക്കാൻ പോവുകയാണ് ഗായ്സ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതെ, അപ്പൊ നമുക്ക് ഈ ഇലയിലേക്ക് പുട്ട് സെർവ് ചെയ്യാം. ഓക്കെ, ആദ്യം നന്നായിട്ടൊന്ന് ഇല കഴുകട്ടെ. ഓക്കെ ഓക്കെ ഗായ്സ്, നല്ല മണം വരുന്നുണ്ട് ഗായ്സ്. വാവ്. അപ്പൊ ചേച്ചി ഇത് തള്ളി അങ്ങോട്ട് ഇട്ടു. നല്ല നീയാൻ പിടിക്കും. വേണ്ട, ഞാൻ തന്നെ ഇട്ടോ. കൈ വയ്യാട്ടോ, സങ്കടം. ഓക്കെ ഗായ്സ്, ഇങ്ങോട്ട് നോക്കാം, നമുക്ക് എങ്ങനെയാണ് പുട്ട് സെർവ് ചെയ്യുന്ന നോക്കാം. നോക്കൂ, നമ്മുടെ കാട്ടുകോഴി പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. എന്ത് മണം, നല്ല മണം വരുന്നുണ്ട്. ഓ മൈ ഗോഡ്. അങ്ങനെ വിജയകരമായി നമ്മുടെ ഡിഷ് സക്സസ് ആയിരിക്കും. അതെ, അപ്പൊ എന്റെ ചേച്ചി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുന്നതായിരിക്കും. ചേച്ചി ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ചേച്ചി? വളരെ നന്നായിട്ടുണ്ട്. റിങ്കിയിൽ നിന്ന് നമുക്ക് അഭിപ്രായം കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഈ പുട്ട് വളരെ ഗംഭീരമായിട്ടുണ്ട്. സാധാരണ പുട്ട് പോലെയല്ല ഇത്. ഈ സാധാരണ പുട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പുട്ടാണ്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് കാട്ടുകോഴി കിട്ടുന്നവരൊക്കെ കാട്ടുകോഴി വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. കാട്ടുകോഴി കിട്ടാത്തവർ നോർമൽ കോഴി ആയാലും കുഴപ്പമില്ല അല്ലേ? ഇനി അടുത്തതായി ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങളുടെ ക്യാമറാമാനായ കണ്ണാപ്പി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം പറഞ്ഞു. കണ്ണാപ്പി, അപ്പൊ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ഗൈസ്.
ഗായ്സ് ഞങ്ങളുടെ ക്യാമറമാൻ കണ്ണാപ്പി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഗായ്സ്. കൊള്ളാം. സൂപ്പർ സൂപ്പർ പുട്ടെന്നാണ് കണ്ണാപ്പി നമുക്ക് അഭിപ്രായം കിട്ടിയിരിക്കുന്നത്. അപ്പോ ഈ ചാനൽ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും മണി ബട്ടണിൽ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. യെസ്. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. എടാ പിടിയടാ. എന്റെ ദൈവമേ അതിനെ പിടിച്ച എടാ എടാ ഇതൊക്കെ അണക്കണ്ടേടാ. അതാ താനെ അവിടെ നനഞ്ഞോളൂ. നമ്മളിനി അതിൽ കൈയ്ക്കാൻ വേണ്ട. വേണ്ടേ? അതാണ് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്. വാ, സാധനങ്ങൾ എടുക്കണം. പിടി. ഓക്കെ, ഇത് നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം. അപ്പോ വാ വാ. നീ ഫ്രണ്ടിൽ പോ. ഞാൻ ഒരു അയ്യോ, ആൾക്കാരേ ഉള്ളൂ നിങ്ങൾക്ക്. കണ്ണു കണ്ടൂടാ ഗായ്സ്. നോക്കിയേ. ഓക്കേ, ഞാൻ ഒറ്റ മനുഷ്യനേ ഉള്ളൂ, നിങ്ങൾ എല്ലാരും നോക്കാൻ. നോക്കടി, വ്യൂസ് നോക്ക്. അയ്യോ എടാ കണ്ണാപ്പി നിന്റെ ഐഡിയ പൊളിച്ചടാ. സൂപ്പർ ഐഡിയ. പൊളിച്ച് നോക്ക്. വീഡിയോ ഇട്ട് 1 മണിക്കൂർ ആയുള്ളൂ. അതിന് മുമ്പ് 2000 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ എത്ര വ്യൂസ്? 6K വ്യൂസ് ഉണ്ടടാ. കമന്റ്സ് ഒക്കെ നോക്കടി. നല്ല എന്റെ പിങ്കി. ആരാ പിങ്കി? അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. കണ്ണാപ്പിയുടെ റേഞ്ച് റേഞ്ച് നോക്ക്. പിങ്കി കൊച്ചിന്റെ പെർഫോമൻസ് കിടില, വേറെ ലെവല്. റിംഗിയെ കാണാൻ കൊള്ളാന്ന്. എന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടോ ക്യാമറ? ഞാൻ ഇതിലിടയ്ക്ക് വന്നു. ഈ യൂട്യൂബിൽ കാണുന്ന നിങ്ങളല്ലേ? അതെ, ഞങ്ങളാ. കണ്ടാ, നമ്മളെ വീഡിയോ ഉണ്ട് ഫാൻസുകാർ വീട്ടിൽ വന്ന്. എങ്ങനെ ഇരിക്കണ്? കൊള്ളാം. അല്ല, സാർ ആരാണ്? ഞാൻ ആരാണെന്നൊക്കെ പറയാം. നിങ്ങളുടെ അച്ഛനെ അമ്മയെ ഒന്ന് വിളിക്കും. വിളിക്കാം. വിളി, മാമനെ വിളി. അച്ഛാ, 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 ഇങ്ങോട്ട് വരുമോ? എന്തോന്ന് അല്ല, കാര്യം എന്താന്ന് പറഞ്ഞു. എന്തോന്ന് പിള്ളേരെ? കാര്യങ്ങളെല്ലാം പറയാം. നിങ്ങൾ കാരണം ചെയ്ത പ്രവൃത്തികളെല്ലാം എന്താണെന്ന് അച്ഛനും അമ്മയുടെ അടുത്തും പറയാം. ഞങ്ങൾ എന്ത് ചെയ്ത്? സാറെന്ത് ഇവിടെ? മക്കളെ, ഇത് മനസ്സിലായോ? അച്ഛന്റെ ഒരു സുഹൃത്താണ് അഗസ്റ്റിൻ സാറ്. സാറാണ് ഇപ്പൊ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ. ഫോറസ്റ്റ് ഓഫീസർ രവിയുടെ മക്കളാണോ അതല്ലേ? ഇത് രണ്ടും എന്റെ മക്കള്. ഇത് അവരുടെ കൂട്ടുകാരനാണ് കണ്ണാപ്പി. എന്ത് സാറേ വിശേഷമായിട്ട്? ഇവര് കാടിനുള്ളിൽ കയറി വലിയ ഒരു അപകടമാണ് ചെയ്തത്. ഞങ്ങളൊന്നും ചെയ്തില്ല. ആ സമയത്ത് ഫോറസ്റ്റുകാർ വന്നതുകൊണ്ട് തീ അണച്ച് രക്ഷപ്പെട്ടു. അല്ല, ഇവരെന്ത് ചെയ്തു? കാട്ടിൽ കയറി കാട്ടിനുള്ളിൽ കയറി ഇവര് യൂട്യൂബ് ചാനൽ വൈറലാക്കാൻ വേണ്ടി വീഡിയോ എടുക്കുകയും കോഴിയെ ചുട്ടുകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കാട് തീ വിട്ടു. ഒരറ്റം ഒരു ഏരിയ മൊത്തം തീ കത്തി. തീ പിടിക്കാൻ എടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ തീ അണക്കണോന്ന്. നീ അല്ലേ പറഞ്ഞത് അവിടെ അങ്ങ് ഇട്ടിട്ട് പോവാന്ന്. എന്തായി? ഞാനാ? അവനാണ് അവൻ. നിങ്ങളിപ്പോ കൂടെ നിന്നിട്ട് എന്ത് കുതിയാലോ? എന്തായി സാറേ? എന്നിട്ട് എന്താ, തക്ക സമയത്ത് ഫോറസ്റ്റുകാർ വന്ന് തീ അണച്ച് രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവരുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അടിക്കേണ്ട ആവശ്യമില്ല. അവരൊരു തെറ്റും ചെയ്തില്ല. ഞാനാണ് അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയത്. സോറി അങ്കിൾ. സോറി ഞാനാണോ? എന്നോടാണോ സോറി പറയണ്ടേ? മാപ്പ് റെഡി. സാറിനോട് മാപ്പ് റെഡി. മാപ്പൊന്നും പറയണ്ട നിങ്ങള്. പിന്നെ എന്ത് ചെയ്യും സാർ ഇനി? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. തീയെല്ലാം അണച്ചു. പക്ഷെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ എടുക്കുകയോ ചാനൽ വൈറലാക്കുകയോ എന്തു വേണോ ചെയ്യാം. പക്ഷെ സമൂഹത്തിനും പ്രകൃതിക്കും വിരുദ്ധമായിട്ട് നിങ്ങൾ ഒന്നും ദയവേത് ചെയ്യരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സാറേ, ഇതൊന്നും ഉപദേശിച്ച ശരിയാവില്ല. 2 കൊടുത്താലേ പറ്റുള്ളൂ. ഇല്ല, അടിക്കേണ്ട ആവശ്യമില്ല. അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, 10-20 കൊല്ലം അകത്ത് കിടക്കേണ്ട കേസാണ്. അപ്പോ പറഞ്ഞ മനസ്സിലായോ? വലിയ കേസായനിപ്പം സാറ്. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പോട്ടെ. നമുക്ക് ഇനി ഒരു ദിവസം കാണാം. അല്ല, സാറ് വന്നിട്ട് ചായ പോലും കുടിച്ചില്ല. അല്ല, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. എന്നാലും അങ്കിൾ എന്താ മോളെ? അല്ല സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തോന്നു? സാറിന് വിരോധം ഇല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ?
മണി മണി ആ സൈഡിലുള്ള മണി ബെൽ ബട്ടൺ ഇല്ലേ അതിലും കൂടെ ഒന്നാമത്താണ്. സോറി സാർ. രവീന്ദ്ര പോട്ടാ. അപ്പൊ ശരി എന്നാ കാണാം. ഓക്കെ. ഓക്കെ ബൈ ബൈ. സാറ് സൗകര്യം പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ല.